Yeah, student budget planning is not about restriction, it's about awareness. You don't need to become strict, you just need to conscious. If you are struggling with money, trust me, you are not alone. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ഏൺ ചെയ്യുന്നുണ്ടാവാം ഫോർ യുവർ സ്റ്റഡീസ്. അപ്പോൾ ഈ ഒരു പൈസ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഹൗ ടു മാനേജ് മണി ആസ് എ സ്റ്റുഡന്റ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബഡ്ജറ്റ് പ്ലാനിങ് ആസ് എ സ്റ്റുഡന്റ്, ഇതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. ഇത് തീർത്തും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ ചെയ്ത മിസ്റ്റേക്സ്, ഞാൻ എങ്ങനെ എൻ്റെ ബഡ്ജറ്റ് പ്ലാനിങ് പ്രോപ്പർ ആക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ്. ഫുള്ളി പ്രോപ്പർ അല്ല, പെർഫെക്റ്റ് അല്ല, എനിക്ക് മിസ്റ്റേക്ക് ഇപ്പോഴും സംഭവിക്കാറുണ്ട്. ബട്ട് ഐ ട്രൈഡ് ലോട്ട് ഫോർ ദാറ്റ്. സോ നൗ ഒരു ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്, അതുപോലെ തന്നെ ഞാനൊരു വർക്കിംഗ് പേഴ്സൺ കൂടിയാണ്. പാർട്ട് ടൈം എന്ന് പറയാം. എൻ്റെ എല്ലാ കാര്യങ്ങളും, ഐ മീൻ ഞാൻ പുറത്താണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റുഡൻറ് ലൈഫ് എല്ലാ ടോട്ടൽ കാര്യങ്ങളും ഞാൻ തന്നെയാണ് മാനേജ് ചെയ്യണേ. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് നിങ്ങളുടെ സ്റ്റുഡൻറ് എഡ്യൂക്കേഷൻ ചെലവുകൾ നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പൈസ കിട്ടും, മന്ത്ലി നിങ്ങൾക്ക് പൈസ അയച്ചു തരുന്നത് കൊണ്ട് നിങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു പൈസ മന്ത് എൻഡ് ആവുമ്പം എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ഒരു അവസ്ഥ എന്താന്ന് വെച്ചാല്, ഞാൻ മന്ത് എൻഡ് ആവുമ്പം എൻ്റെ വാലറ്റിൽ നോക്കുമ്പോൾ തീരെ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എൻ്റെ ഗൂഗിൾ പേ നോക്കുമ്പോൾ ഫുൾ കാലികാരം. ആ സമയത്ത് ഞാൻ ആലോചിക്കും, ഞാൻ എന്താ ഇതിന് മാത്രം ചെലവാക്കിയത് എന്ന്. ബട്ട് നമ്മൾ ഇത് അറിയണില്ല, കാരണം നമ്മൾ ഇത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാത്തതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ് ലൈഫ് പറഞ്ഞുതരാം, അതും മണി മാനേജ്മെന്റ് ചെയ്യുന്ന. അതായത് എനിക്കൊരു സാലറി കിട്ടിയ സമയത്ത് ഫസ്റ്റ് വീക്ക് ഞാൻ രാജാവിനെ പോലെ ആയിരിക്കും, സെക്കൻഡ് വീക്ക് ആണെങ്കിൽ ഓക്കെ ആയിട്ട് ഇങ്ങനെ പോകും, തേർഡ് വീക്ക് ആണെങ്കിൽ ടെൻഷനും എന്തൊക്കെ ഒരു സംഭവം വരാൻ തുടങ്ങും. കാരണം പൈസ കുറഞ്ഞു കഴിഞ്ഞാൽ, പൈസ ഇല്ലാതിരുന്നാലും നമുക്ക് ടെൻഷൻ കയറും. പക്ഷെ ഫോർത്ത് ആവുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് കടം ചോദിക്കാൻ തുടങ്ങേണ്ടി വരും. ഇതായിരുന്നു എൻ്റെ ഒരു മന്ത്ലി അവസ്ഥ. നോ ബഡ്ജറ്റ് പ്ലാനിങ്, നോ ട്രാക്കിംഗ്, നോ സേവിങ്സ്. ഇതൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ മന്ത് എൻഡ് ആവുമ്പോൾ സ്ട്രെസ്, കൺഫ്യൂഷൻ ആൻഡ് സീറോ ബാലൻസ്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്, പൈസ കുറഞ്ഞതല്ല പ്രശ്നം, എനിക്ക് പൈസ മാനേജ് ചെയ്യാൻ പറ്റാത്തതാണ് പ്രശ്നം എന്നുള്ളത്. ഞാൻ പുറത്ത് പഠിക്കാൻ വന്നപ്പോൾ എനിക്ക് ഹോണസ്റ്റ്ലി തോന്നിയിരുന്നത് ഓക്കെ, ഇത് എനിക്ക് മാനേജ് ചെയ്യാൻ ഈസി ആയിരിക്കും. കാരണം എനിക്ക് ജോബ് ഉണ്ടായിരുന്നു. സോ ഞാൻ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് മാനേജ് ചെയ്യും. പക്ഷെ ഫസ്റ്റ് മന്ത് എൻഡ് ആയപ്പോൾ തന്നെ റിയാലിറ്റി നന്നായിട്ട് അങ്ങോട്ട് ഹിറ്റ് ചെയ്തു. എൻ്റെ കയ്യിൽ സീറോ ബാലൻസ് ആയി, ഞാൻ കടം ചോദിക്കേണ്ട അവസ്ഥ വന്നു. അതെന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടില്ല, ഞാൻ എന്താ ചെയ്തതെന്നും എനിക്ക് അറിയുന്നില്ല. ഒരു ദിവസം തന്നെ എനിക്ക് ടീ, ഫുഡ്, ബസ് ചാർജ്, പിന്നെ എന്തെങ്കിലും കിച്ചൺ ഐറ്റംസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ദിവസം വേറെയും അൺവാണ്ടഡ് എക്സ്പെൻസസ് ഉണ്ടായിരിക്കാം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ മേ ബി അത്യാവശ്യം ഒരു 300-400 അടുത്ത് ഞാൻ ചിലപ്പോൾ ഒരു ദിവസം ആ ടൈമിൽ ചിലവാക്കിയിട്ടുണ്ടാകാം. നമ്മൾ ഈ ചെറിയ പൈസ എന്ന് വിചാരിച്ച് നമ്മളിതിങ്ങനെ ഗൂഗിൾ പേ ആയതുകൊണ്ട് പിന്നെ ആ ഒരു ഫീലിംഗ് അറിയൂലല്ലോ. അങ്ങനെ ഗൂഗിൾ പേയിൽ പേ ചെയ്യും. അതിങ്ങനെ ആ ട്രുണു സൗണ്ട് അല്ലാതെ നമുക്ക് വേറെ ടെൻഷൻസ് ഒന്നും അവിടെ വരുന്നില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ ചായക്ക് പേ ചെയ്യുകയാണെങ്കിൽ 20 രൂപയാണെങ്കിൽ 20 രൂപ പേ ചെയ്യും, ഫുഡിനാണെങ്കിൽ 50-60 രൂപയാണെങ്കിൽ അത് പേ ചെയ്യും. അങ്ങനെ ചിലപ്പോൾ 100 ആവാം, 120 ആവാം. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും ചെറിയ പൈസ അല്ല. ബട്ട് മന്ത് എൻഡ് ആവുമ്പോൾ ഫുൾ കാലികാരം. അപ്പൊ നമ്മൾ ആലോചിക്കും എവിടെ പോയിന്ന്. വൺ ഡേ ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ ഫോണിലെ നോട്ട് എടുത്തു, എന്നിട്ട് അത് ജസ്റ്റ് ഫുൾ ഒന്ന് എഴുതി വെച്ചു, വീക്ക്ലി എഴുതി വെച്ചു. അത് ഓരോ 4 വീക്കും കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് ഈ മന്ത്ത്തെ എക്സ്പെൻസ് ഞാൻ നോക്കിയപ്പോ ഐ എം ഷോക്ക്ഡ്. ബിക്കോസ് അത്രയും ഞാൻ തന്നെ ആലോചിച്ചു എനിക്ക് ഇത്രയും ചെലവുണ്ടോന്ന്. അതാണ് ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് അങ്ങനെ വരുന്നത്. ഇന്ന് നമ്മുടെ സ്മോൾ പേയ്മെന്റ്സ് ആയിരിക്കാം നാളെ നമ്മുടെ അക്കൗണ്ട് എംപ്റ്റി ആക്കുന്നത്. സോ നമ്മൾ വിചാരിക്കും ചെറുതല്ലേ, കുറച്ചല്ലേ പേ ചെയ്യുന്നുള്ളൂ. കാരണം അത് ഫീൽ ചെയ്യാത്തത് നമ്മുടെ ഗൂഗിൾ പേ എന്ന് പോകുന്നതുകൊണ്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് മൊത്തത്തിലൊന്ന് ഓർഗനൈസ് എടുക്കണം എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു മന്തിലെ ഒരു എക്സ്പെൻസ് കാര്യങ്ങൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടോട്ടലി ഷോക്കായി. എനിക്ക് ഇത്രയും എക്സ്പെൻസ് ഉണ്ടോ എന്ന് വിചാരിച്ചു. സോ ഞാൻ എന്ത് ചെയ്തു, നെക്സ്റ്റ് മന്ത് മുതൽ, നെക്സ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി.
എനിക്കിത് മൊത്തത്തിലൊന്ന് ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം, ഒന്ന് മാനേജ് ചെയ്യണം, ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം, ഒരു മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്ലാനിങ് ഉണ്ടായിരിക്കണം എന്നൊരു സാധനം വരാൻ തുടങ്ങി. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്തൊക്കെയാണോ മിസ്റ്റേക്സ് ചെയ്യുന്നത് അതൊക്കെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്ത കാര്യം റൂൾ നമ്പർ 1, സ്പ്ലിറ്റ് അവർ മണി 3 പാർട്ട്. അതായത് നമുക്കൊരു സാലറി ആണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസയാണെങ്കിൽ ഒരു 5000 രൂപ ആയിക്കോട്ടെ, ഇതിനെ നമ്മൾ 3 പാർട്ട് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് എസെൻഷ്യല്, രണ്ടാമത്തത് പേഴ്സണൽ സ്പെൻഡ്, മൂന്നാമത്തത് സേവിങ്സ്. ഈ ഒരു 3 പാർട്ടായിട്ട് നമ്മൾ നമ്മുടെ സാലറി ഓർ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസ ഓർ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട് ടൈം എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് എത്രയാണോ കിട്ടുന്നത്, 5000 ആണെങ്കിൽ അത് ഫസ്റ്റ് എസെൻഷ്യൽ ആക്കിയിട്ട് ഒരു ഭാഗം മാറ്റി വെക്കുക, രണ്ടാമത് പേഴ്സണൽ സ്പെൻഡ് ആയിട്ട് ഒരു ഭാഗം മാറ്റി വെക്കുക, മൂന്നാമത് നമ്മുടെ സേവിങ്സ് ആയിട്ട്, ഇത് മസ്റ്റ് ആണ്, സേവിങ്സ് ആയിട്ട് കുറച്ച് മാറ്റി വെക്കാം. ഈ ഒരു റൂൾ നമ്പർ 1 നമ്മൾ ആദ്യം സെറ്റ് ആക്കാം. സോ റൂൾ നമ്പർ 2, വീക്ക്ലി ബഡ്ജറ്റ് പ്ലാനിങ്. സോ വീക്ക്ലി ചെയ്തിട്ടില്ലെങ്കിലും മന്ത്ലി ചെയ്യാനെങ്കിലും ശ്രമിക്കുക. വീക്ക്ലി ചെയ്യുമ്പോൾ ഒന്നുകൂടി ഈസി ആവും, പ്രോപ്പർലി സെറ്റ് ആവും. പക്ഷെ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് മന്ത്ലി എങ്കിലും ചെയ്യാൻ നോക്കാം. ചിലപ്പോൾ നമുക്ക് വീക്ക്ലി ചെയ്യാൻ ടൈം കിട്ടിക്കോണമെന്നുണ്ടാവില്ല, ബട്ട് മന്ത്ലി ചെയ്യാൻ നമുക്ക് സമയം കിട്ടുമല്ലോ. സോ മന്ത്ലി എങ്കിലും ചെയ്യാൻ നോക്കുക, എന്നിട്ട് പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്തേക്കാം. ഞാൻ ബഡ്ജറ്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്തൊരു പ്ലാനർ ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ഒരു പ്ലാനർ വാങ്ങിയിട്ട് അതിനനുസരിച്ച് എഴുതി വെക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ ബഡ്ജറ്റ് പ്ലാനിങ് സെറ്റ് ചെയ്യാം. സോ നിങ്ങളുടെ നോട്ടിൽ ചെയ്യാം അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റിൽ ചെയ്യാം, എങ്ങനെയാണോ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ ഈസി ആയിട്ടുള്ള വേ അതിനനുസരിച്ച് ചെയ്യാം. സോ ഒരു മന്ത്ലി ഓർ വീക്ക്ലി ബഡ്ജറ്റ് പ്ലാനിങ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ, അതായത് മന്ത്ലി എക്സ്പെൻസും നമ്മുടെ മണി സ്പെൻഡിങ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. സോ അതേപോലെ നമ്മൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തമായ ധാരണയും കൃത്യമായ ഒരു അതായത് നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന്. അപ്പൊ നമുക്കൊരു ഇത് കിട്ടും, ഓ ഞാൻ ഇത്രയാണ് ചെലവാക്കുന്നത്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. ഓക്കെ, റൂൾ നമ്പർ 3, UPI യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. സോ നിങ്ങൾക്ക് സാലറി വന്നു കഴിഞ്ഞാൽ അതിന്ന് കുറച്ച് എമൗണ്ട് നിങ്ങൾ കയ്യിൽ എടുത്ത് വെക്കുക. ഓക്കെ, അതായത് ബാങ്കിൽ പോയിട്ട് അതൊന്ന് വിത്ഡ്രോ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കുക, നിങ്ങളുടെ വാലറ്റിൽ വെക്കുക. എന്നിട്ട് കുറച്ച് മാത്രം നിങ്ങളുടെ ബാങ്കിൽ UPI വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ UPI പേ ചെയ്ത്, അതായത് ഗൂഗിൾ പേ വഴി പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടൂല പൈസ പോകുന്ന. പക്ഷെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ആ ഫീലും നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് പോകുന്ന ആ ഫീലും അത് വേറെ തന്നെ. സോ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് അതിന്റെ കറക്റ്റ് വേദന മനസ്സിലാവുക. മറ്റേ ആ നോട്ടിഫിക്കേഷൻ സൗണ്ട് മാത്രമേ നമ്മൾ അറിയുള്ളൂ. പിന്നെ നമ്മൾ ഇതൊക്കെ പേ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ വെറുതെ ഒരു ആവശ്യത്തിന് പേ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിൽ ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്ന് വരിക. സോ അത് വരുമ്പോഴാണ് നമ്മൾ ടെൻഷൻ ആവുക, ഓ മൈ ഗോഡ്, അതെന്തെങ്കിലും വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, അപ്പൊ തന്നെ നമ്മൾ ആർക്കെയും വിളിച്ചിട്ട് കടം വാങ്ങേണ്ടി വരും. സോ ഈ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി റൂൾ നമ്പർ 3 ഞാൻ ചെയ്തത്, UPIന്ന് മാക്സിമം ഗൂഗിൾ പേ ഒഴിവാക്കിയെന്നല്ല, ഞാനൊരു സാലറി വരുമ്പോൾ അല്ലെങ്കിൽ പൈസ കിട്ടും അതിലൊരു ഭാഗം ഞാൻ കയ്യിൽ സേവ് ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി മെത്തേഡാണ്. ഇത്രയും റൂൾസ് ഞാൻ ഫസ്റ്റ് ചെയ്തു. ഫസ്റ്റ് റൂൾ ഞാൻ പറഞ്ഞല്ലോ, 3 പാർട്ടായിട്ട് നമ്മുടെ സാലറിനെ ഡിവൈഡ് ചെയ്യുക. ആൻഡ് റൂൾ നമ്പർ 2, നമ്മൾ ബഡ്ജറ്റ് പ്ലാനിങ് തുടങ്ങുക, വീക്ക്ലി ഓർ മന്ത്ലി. പിന്നെ റൂൾ നമ്പർ 3, UPI മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഫുള്ളി ഒഴിവാക്കാന്നല്ല, ബട്ട് ട്രൈ ചെയ്യുക. മാക്സിമം കയ്യിൽ പൈസ വെക്കാൻ നോക്കുക. ആസ് എ സ്റ്റുഡൻറ് എന്നുള്ള നിലക്ക് നമുക്ക് അൺവാണ്ടഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ നമുക്ക് കാണുന്നതൊക്കെ വാങ്ങാനുള്ള ത്വര കുറച്ചും കൂടി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. മേ ബി വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റിയേക്കാം, ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. സോ ഇതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് കാലിയാവുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ കാലിയാവാൻ കാരണം ഉണ്ടായ കുറെ മിസ്റ്റേക്സ് ഉണ്ട്. മേ ബി നിങ്ങളും ഈ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടാവാം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും കുറച്ച് മിസ്റ്റേക്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് മിസ്റ്റേക്ക് ഡിസ്കൗണ്ട് ട്രാപ്പ് ആണ്. അതായത് ഡിസ്കൗണ്ട് കാണുമ്പോൾ അപ്പൊ അത് വാങ്ങാനുള്ള ത്വര. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ 50% ഡിസ്കൗണ്ട്, അത് ഇന്നൊരു ചെറിയ പൈസ അല്ലേ നമുക്ക് പോയി വാങ്ങാം. എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഡ്രിഫ്റ്റിംഗ് ആണ്. ഞാൻ ബട്ട് ചില പാട്ട് നോക്കുമ്പോൾ അത് നല്ലതാണ്, പക്ഷെ എന്ന് കരുതി അതിനും വേണം ഒരു കൺട്രോൾ. ഓക്കെ, അതിൽ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണുമ്പോൾ ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ ഇത്ര ഫ്ലിപ്കാർട്ടിൽ ഇത്ര ഡിസ്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ മിന്ത്രയിൽ ഇത്ര ഡിസ്കൗണ്ട് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് ത്വര തോന്നും. അത് അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രം വാങ്ങാൻ നോക്കുക, അല്ലെങ്കിൽ വെറുതെ ഡിസ്കൗണ്ട് കണ്ടിട്ട് വാങ്ങുന്നത് കുറക്കുക. കാരണം ഡിസ്കൗണ്ട് ഉള്ള സാധനം നമ്മളിപ്പോൾ 200 രൂപ ആണെങ്കിൽ അത് ഇന്ന് വാങ്ങിച്ചു, നാളെ വേറെ ഡിസ്കൗണ്ട്
കണ്ടു, അതിൽ 400 റുപ്യാണ്, അത് നാളെ വാങ്ങിച്ചു. പിന്നെ പിറ്റേ ദിവസം വേറെ ഡിസ്കൗണ്ട് കണ്ടു. ഇങ്ങനെ വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓക്കെ, ചെറിയ പൈസ എന്ന് കരുതിയിട്ട് വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ട് കാലിയാവും. അപ്പോൾ നമ്മൾ ഇതൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോഴേക്കാരം മനസ്സിലാവുക ഞാൻ ഇത്രയും ഡിസ്കൗണ്ട് ഉള്ള സാധനങ്ങൾ വാങ്ങിച്ചു എന്നുള്ളത്. സോ മിസ്റ്റേക്ക് നമ്പർ 1 ആണ് ഡിസ്കൗണ്ട് ട്രാപ്പ്. ഓക്കെ, നെക്സ്റ്റ് മിസ്റ്റേക്ക് ആണ് പറയാൻ പോകുന്നത്. മിസ്റ്റേക്ക് നമ്പർ 2, ഓൺലൈൻ ഫുഡ് അഡിക്ഷൻ. അതായത് ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുക. ഞാൻ കുറേ ചെയ്ത കാര്യമാണ്. കാരണം ഇവിടെ നമ്മൾ പുറത്താവുമ്പോൾ, നാട്ടിലാണെങ്കിൽ എനിക്ക് ഇത്ര സ്വിഗ്ഗി സൊമാറ്റോ ഒന്നും അവൈലബിൾ അല്ല. ബട്ട് ഇവിടെ എല്ലാ സാധനവും സ്വിഗ്ഗി, സൊമാറ്റോ, ബ്ലിങ്കിറ്റ് ഇങ്ങനത്തെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് മടി വരുമ്പോൾ ആദ്യം നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യാനാണ് ശ്രമിക്കുക. അത് മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ മന്ത്ലി എത്ര പ്രാവശ്യം ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്യാം എന്നൊരു കണക്ക് വെക്കുക. അത് മാത്രം ചെയ്യുക. അല്ലാതെ ഒരു വീക്ക് തന്നെ 3-4 തവണ നമ്മൾ ഓർഡർ ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ബഡ്ജറ്റ് പ്ലാനിങ്ങും നമ്മുടെ ആ ഒരു അക്കൗണ്ട് ഫുൾ കാലിയാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്നത് മാക്സിമം കുറക്കാൻ നോക്കുക. എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നോക്കാം. ഓക്കെ, മിസ്റ്റേക്ക് നമ്പർ 3, അവോയ്ഡ് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ ഓൺ ആണെങ്കിൽ അറിയാലോ, മന്ത് എൻഡ് ആവുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ടൈം ആവുമ്പോൾ അവർ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റ് പോവും. അതായത് അവരത് എടുക്കും. അപ്പൊ നമ്മൾ ഇത് ചിലപ്പോൾ അറിയണമെന്നില്ല, ബട്ട് അറിയും, കാരണം നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും. ബട്ട് നമുക്ക് കുറേ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ, സ്പോട്ടിഫൈ, നെറ്റ്ഫ്ലിക്സ് ഇങ്ങനത്തെ സംഭവം കുറേ ഉണ്ടെങ്കിൽ നമ്മളൊരു ഒരു എമൗണ്ട് ഓഫ് മണി അവിടെ തന്നെ പോകും. സോ സബ്സ്ക്രിപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ ഒന്നും എടുക്കാണ്ടിരിക്കുക. ഒന്നൊക്കെ ആണെങ്കിൽ വലിയ സീനില്ല, ബട്ട് സ്റ്റുഡൻ്റ് എന്നുള്ള നിലക്ക് അത് മാക്സിമം ഒഴിവാക്കാമെന്നേ ഞാൻ പറയൂ. കാരണം നമുക്ക് കുറേ ഒന്നും പൈസ നമുക്ക് വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ അല്ലാതെയും നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കിട്ടൂല. അപ്പം നമ്മൾ മാക്സിമം നമ്മൾ സബ്സ്ക്രിപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ പൈസ സേവ് ചെയ്യാൻ പറ്റും. സോ സബ്സ്ക്രിപ്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് മിസ്റ്റേക്ക് നമ്പർ 3. സോ മിസ്റ്റേക്ക് നമ്പർ 4, നോ ട്രാക്കിംഗ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മന്ത് എൻഡ് ആവുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഞാൻ പേ ചെയ്യാൻ പോകുമ്പോൾ ഇൻസഫിഷ്യൻറ്റ് ബാലൻസ് ഒക്കെ കാണിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുക എൻ്റെ പൈസ ഇവിടെ എത്ര ഞാൻ ഇവിടെ പോയി, അങ്ങനത്തെ ഒരു സംഭവം. സോ ഈ ഒരു കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്മുടെ എക്സ്പെൻസസ് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പ്ലാനിങ്ങിൽ സെറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മന്ത് എൻഡ് ആവുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ നമ്മൾ പേ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ ഇത് നോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എവിടൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് മനസ്സിലാവും. നമ്മൾ എവിടേക്കാണ് പൈസ ചിലവാക്കിയത്, എന്തിനാണ് പൈസ ചിലവാക്കിയത്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. സോ ഗൂഗിൾ ഹിസ്റ്ററി ആവുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ മറന്നു കഴിഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ എന്തിനൊക്കെ ചിലവാക്കിയെന്ന്. ബട്ട് നമ്മൾ കയ്യിലാണ് പൈസ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർലി എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. സോ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയും ചെയ്യാൻ വേണ്ടിയിട്ട് അത് എഴുതി വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ നോട്ടിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ച് സേവ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് മന്ത് എൻഡ് ആവുമ്പോൾ നിങ്ങളുടെ പ്രോപ്പർ ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് കാര്യങ്ങൾ. സോ ട്രാക്കിംഗ് മസ്റ്റ് ആണ്. സോ ട്രൈ ടു ട്രാക്ക് യുവർ എക്സ്പെൻസ് ആൻഡ് ഓൾസോ കൺട്രോൾ യുവർ എക്സ്പെൻസ്. സോ ഈ മിസ്റ്റേക്സ് എല്ലാം ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഞാൻ സ്ലോലി ബഡ്ജറ്റ് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് പ്ലാനർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. പക്ഷെ പ്ലാനർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള പ്ലാനർ അത്യാവശ്യം പൈസ ഉള്ള പ്ലാനറാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചെറിയ ഒരു പ്ലാനർ സംഭവം കിട്ടി, അതൊരു കോൺഫിഡൻസ്, ഒരു മോട്ടിവേഷൻ കിട്ടും. ഇതൊന്ന് പ്ലാൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബഡ്ജറ്റ് പ്ലാനിങ്, സ്റ്റുഡൻറ് ബഡ്ജറ്റ് പ്ലാനിങ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ ചിലപ്പം പ്ലാനർ ഹെൽപ്പ് ചെയ്യാം. സോ ഞാൻ ഏറ്റവും വലിയ കാര്യം സ്റ്റാർട്ട് ചെയ്തത്, എനിക്ക് ബഡ്ജറ്റ് പ്ലാനിങ് ഇല്ലെങ്കിലും ഞാൻ മാക്സിമം ശ്രമിച്ചിരുന്നു സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സേവിങ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഒരു സ്റ്റുഡൻ്റ് ആകുമ്പോൾ എന്തിനാ നമ്മൾ സേവ് ചെയ്യാനൊക്കെ നോക്കുന്നത്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. സ്റ്റുഡൻ്റ് അല്ലേ, നമ്മൾ ഭാവിയിൽ ജോലിയൊക്കെ കിട്ടിയിട്ട് സേവ് ചെയ്യാൻ ശ്രമിച്ചാൽ പോരേന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ സേവിങ് ഹാബിറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ടൈമിൽ ചിലപ്പം പക്കാക്കാൻ പറ്റണമെന്നില്ല. എനിക്ക് ബഡ്ജറ്റ് പ്ലാനിങ് ഇല്ലെങ്കിലും, അല്ലെങ്കിൽ അൺവാണ്ടഡ് എക്സ്പെൻസസ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങും പൈസനെ കുറിച്ച് ഒരു ചിന്തയില്ലാതെ ചിലവാക്കുന്ന സമയത്തായിക്കോട്ടെ, ആ സമയത്തും
എനിക്ക് സേവ് ചെയ്യാന്നുള്ള ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. കാരണം നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യും. സോ സേവിങ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്കൊരു ഡ്രീം ഉണ്ടായിരിക്കുക, ആ ഡ്രീമിൽ എത്താൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണം, ഈ ഒരു സാധനം എനിക്ക് ഈ ഇയർ വാങ്ങിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് സേവിങ്സ് എന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ആ സേവിങ്സ് ഹാബിറ്റ്, അതായത് നമ്മുടെ ആ ആഗ്രഹത്തിനോടുള്ള ഒരു കൂറ് കാരണം നമ്മൾ സേവ് ചെയ്യാനും കൂടി തുടങ്ങും. സോ അത് നമ്മുടെ സേവിങ്സ് ഹാബിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് 500 കിട്ടിയാലും അതിൽ നിന്ന് ഒരു ഭാഗം സേവ് ചെയ്യാൻ നോക്കുക, 1000 കിട്ടിയാലും സേവ് ചെയ്യാൻ നോക്കുക, ഇനിയിപ്പോൾ 100 കിട്ടിയാൽ തന്നെ അതിൽ നിന്ന് ഒരിത്തിരി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ ഭാവിയിൽ ഒരു സേവിങ് ഹാബിറ്റ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എനിക്ക് മന്ത്ലി സാലറി വരുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യം ചെയ്യുക, എൻ്റെ സേവിങ്, അതായത് മണി ബോക്സ് ഉണ്ട്, അതിലേക്ക് ഒരു സേവിങ് മണി ഞാൻ അതിലിട്ട് വെക്കും. അത് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇട്ട് വെക്കാം എന്നൊക്കെ ചിന്തിച്ച് നിൽക്കരുത്. കാരണം അത് ഇട്ടാൽ മാത്രമേ പിന്നെ നമ്മൾ ചെയ്യാൻ ഒരു ചാൻസ് ഇല്ല. അപ്പം നമ്മൾ പൈസ ഇടുന്നുണ്ടോ എന്നാൽ അത് അവിടെ ഉണ്ടാവും. പക്ഷെ കുറച്ചുകൂടി കൈയിട്ട് എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള പൈസ ചിലവായി പോകും. സോ ഫസ്റ്റ് തന്നെ കിട്ടുന്ന സമയത്ത് ആദ്യം നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്ന അതിൻ്റെ ഒരു ഭാഗം നിങ്ങളുടെ മണി ബോക്സിലോ അല്ലെങ്കിൽ വേറെ എവിടെ നിങ്ങൾ സേവ് ചെയ്യുന്ന അതിനനുസരിച്ച് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ എൻ്റെ പ്രോപ്പർ ബഡ്ജറ്റ് പ്ലാനിങ് കൊണ്ട് തന്നെ എൻ്റെ അൺവാണ്ടഡ് എക്സ്പെൻസസ് കുറയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ചേഞ്ചസ് വരാൻ തുടങ്ങി. മന്ത് എൻഡ് ആകുമ്പോൾ ഒരു പ്രോപ്പർ ട്രാക്കിംഗ് അല്ലെങ്കിൽ എന്തൊക്കെ ഞാൻ ചെയ്തു എന്നുള്ളൊരു സംഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആളല്ല. അത് ഞാൻ പറയാൻ കാരണം, ഞാൻ വേറൊരു ഗേൾസിനെ നോക്കുമ്പോൾ അവർക്ക് മോസ്റ്റ്ലി ഗേൾസിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, മേക്കപ്പ് അങ്ങനത്തെ സംഭവങ്ങൾ. ഇതിലൊന്നും ഞാൻ ഇൻട്രസ്റ്റഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ എക്സ്പെൻസസ് ഒന്നും വരാറില്ല. അതൊരു നല്ല കാര്യമാണോ അല്ലെങ്കിൽ ബാഡ് കാര്യമെന്നൊന്നും അല്ല ഞാൻ പറയണത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. കാണാൻ ഇഷ്ടമാണ്, ബട്ട് എനിക്ക് അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ എന്താണെന്നറിയില്ല, അത് അങ്ങനെയാണ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ എക്സ്പെൻസസ് കാര്യങ്ങളൊന്നും എനിക്ക് വരാറില്ല. ഡ്രസ്സിന്റെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും എനിക്ക് ഒന്നും കൂടി ഒരു എന്താ അറിയില്ല, വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഈ ഒരു പ്ലാനിങ്ങിലൂടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറക്കണം എന്നല്ല, ബട്ട് അൺവാണ്ടഡ് എക്സ്പെൻസസ് കുറക്കാൻ നോക്കുക. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ നിങ്ങൾ വാങ്ങിക്കാനും ശ്രമിക്കുക. കാരണം നഷ്ടബോധം തോന്നരുത്. സോ ഞാൻ എക്സ്പേർട്ട് അല്ല. ഇപ്പോഴും സ്റ്റുഡൻറ് ബഡ്ജറ്റ് പ്ലാനിങ്ങിൽ ഞാൻ ഇപ്പോഴും മിസ്റ്റേക്സ് ഉണ്ടാക്കാറുണ്ട്. എന്നാലും കുറേ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ബട്ട് ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാക്കാറുണ്ട്. മേ ബി നിങ്ങൾക്കും അങ്ങനെ തുടങ്ങിയാലും ചെറിയ മിസ്റ്റേക്സ് വരാം. ഇത് പെട്ടെന്നാണ്ട് നമ്മുടെ ഹാബിറ്റിലായി വരില്ല. കാരണം നമ്മൾ കുറേ ഇങ്ങനെ ജീവിച്ചിട്ട് പിന്നെ പെട്ടെന്ന് മാറാന്ന് പറയുമ്പോൾ റെഡി ആയി വരില്ല. സോ അത് മെല്ലെ മാറ്റം വരും. സോ ഇന്ത്യയിലും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. സോ സ്റ്റുഡൻറ് ബഡ്ജറ്റ് പ്ലാനിങ് ഈസ് നോട്ട് അബൌട്ട് restriction, it's about awareness. You don't need to become strict, you just need to conscious. If you are struggling with money, trust me, you are not alone. So atrakullu, bye bye.